പ്രശസ്തരായ ഖാദികരും ഗായകരും അണിനിരന്ന് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ കിസ്സ പാടി പറഞ്ഞറിഞ്ഞ് ലയിച്ചു ചേർന്ന 12 മണിക്കൂറുകൾ. മഅ്ദിൻ അക്കാദമിയും ഓൾ കേരള കിസ്സപ്പാട്ട് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ബദർ കിസ്സ പാടിപ്പറയൽ ആസ്വാദനത്തിൻ്റെ വേറിട്ടൊരു അനുഭവമായി. ചരിത്രകഥകൾ പാടിപ്പറഞ്ഞൊരു പകലിൽ ഓൺലൈനിലും ഓഫ്ലൈനിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് പാടിപ്പറയലിന്റെ മാധുര്യം നുകർന്നത്. മഹാകവി മോയിൻകുട്ടി വൈദ്യരടക്കമുള്ള പൂർവ്വ കവികൾ ഇസ്ലാമിക ചരിത്രത്തെയും പോരാട്ടങ്ങളെയും പ്രമേയമാക്കി അറബി മലയാള സാഹിത്യത്തിൽ രചിച്ച കിസ്സപ്പാട്ടിന്റെ ഇശലുകളാണ് 16 ഖാദികരും പിന്നണി ഗായകരും പാടിപ്പറഞ്ഞത്. 12 മണിക്കൂറോളം നീണ്ടുനിന്ന പാടിപ്പറയലിനെ പ്രായഭേദമന്യേ ആവേശത്തോടെയായിരുന്നു ആളുകൾ ഏറ്റെടുത്തത്. കിസ്സപ്പാട്ടുകളുടെ താളത്തിൽ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ ഉണർത്തുപാട്ടും ഏറെ ശ്രദ്ധേയമായി. ഈ പരിപാടിയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ട് പങ്കെടുക്കുന്നത് വളരെ ഉഷാർ പരിപാടിയായിരുന്നു. എല്ലാവരും അവതരണം കൊണ്ട് മികവ് കാണിച്ചു. ഈ ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിസ്സപ്പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ. എനിക്ക് ഫസ്റ്റ് സ്റ്റേജ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു, മാഷാല്ലാ. മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ എലൈറ്റിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കിസ്സപ്പാട്ട് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ഹംസ മുസ്ലിയാർ കണ്ണമംഗലം അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ മഅ്ദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ മുഖ്യപ്രഭാഷകനായി. ന്യൂസ് ഡെസ്ക് മഅ്ദിൻ അപ്ഡേറ്റ്സ്.